ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എനർജിയാണ്. അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എനർജി. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എനർജി നോക്കുമ്പോൾ ദി ഹെർമിറ്റ് ആണ്. അതായത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എന്ന് പറയാനൊക്കില്ല, ഒരു സൈലൻറ്റ് ഫേസിലായിരിക്കാം തുടരുന്നത്. രണ്ടുപേരും മൗനത്തിലാണ്, പരസ്പരം സംസാരിക്കുന്നുണ്ടാവില്ല. അപ്പം രണ്ടുപേരും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്ത് നല്ല രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. മേ ബി ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്തിട്ടായിരിക്കാം. ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരുപാട് തടസ്സങ്ങൾ ഉള്ളതായിട്ട് കാണുന്നു, ഒരുപാട് എതിർപ്പുകൾ ഉള്ളതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് മറ്റുള്ളവരുടെ എതിർപ്പുകളെ അവഗണിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു സൈലൻറ്റ് മോഡിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും. അതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. രണ്ടുപേരും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്സ് ചെയ്യുന്നുമുണ്ട്. ആ ഒരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ നിലവിലെ സാഹചര്യം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ നോക്കുമ്പോൾ മേ ബി നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റിനെ ഓർത്തിട്ട് നല്ല രീതിയിലുള്ള വിഷമമുള്ളതായിട്ട് കാണുന്നു. മേ ബി എന്തെങ്കിലും ഒരു അവസരം നഷ്ടപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷൻ. അപ്പം നിങ്ങൾ ആ ഒരു പാസ്റ്റ് എനർജിയിൽ തന്നെ സ്റ്റക്കാണ്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്ക് ഒരുപാട് ലോസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് വൈസ്. അപ്പം എന്തായാലും ഇപ്പോഴത്തെ എനർജി നോക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു സ്റ്റെബിലിറ്റി വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. അപ്പം നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത്. അപ്പം നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഇതൊരു സ്റ്റെബിലിറ്റിയോട് കൂടി ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ എനർജി ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളൊരു നഷ്ടബോധത്തിൽ തന്നെ നിങ്ങൾ ഇരിക്കുകയാണ്. കാരണം ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം. അപ്പം ആ ഒരു വ്യക്തിയുടെ ആ ഒരു നഷ്ടമെന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു സൈലൻറ്റ് ഫേസിലോട്ട് പോയിട്ടുണ്ടായിരിക്കാം. അപ്പം നിങ്ങൾക്കത് താങ്ങാൻ കഴിയുന്നുണ്ടാവില്ല. അപ്പം നിങ്ങൾ ആ ഒരു നഷ്ടത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു സ്റ്റെബിലിറ്റി വേണം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു വ്യക്തിയുമായിട്ട് ഇനിയും സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ ആയിരിക്കാം. ഈ ഒരു വ്യക്തിയുടെ എനർജി ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു വ്യക്തി റണ്ണർ എനർജിയിലാണ് എന്നുള്ളതാണ് കാണുന്നത്. മേ ബി നിങ്ങൾക്ക് പിടിതരാതെ നടക്കുന്നുണ്ടായിരിക്കാം, അല്ലെ നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായിട്ടുള്ള ആൻസർ ഈ ഒരു വ്യക്തി തരുന്നുണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് കുറച്ച് നിങ്ങളുടെ മനസ്സിൽ കുറച്ച് ആശകളും ആഗ്രഹങ്ങളും ഒക്കെ ഉള്ള വ്യക്തിയായിരിക്കാം. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് നിങ്ങളുടെ എനർജി ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ എനർജി ചെക്ക് ചെയ്തപ്പോൾ ഈ ഒരു വ്യക്തി റണ്ണർ എനർജിയിലാണ്. അപ്പം നിങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി ആയിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പം ഈ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഓൺ ആൻഡ് ഓഫ് പോലെ ആയിരിക്കാം. അതായത് ഇത്രയും കാലം ഈ ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷേ ആ ഒരു വ്യക്തിയുടേതായിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് ഒരു ടെമ്പററി ബ്രേക്ക് എടുത്ത് പോകുന്നുമുണ്ടായിരിക്കും. അപ്പം ആ ഒരു എനർജിയാണ്. അപ്പം നിങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി ആയിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഒട്ടും ക്ഷമയില്ലാത്ത ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്.
നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു വ്യക്തിയെ പറ്റി ആലോചിക്കുമ്പോൾ വളരെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു പ്രണയമുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. കാരണം ഈ ഒരു വ്യക്തിയെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ ഒരു വ്യക്തിയെ വളരെ ജെനുവിനായിട്ടായിരിക്കാം സ്നേഹിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ യാതൊരുവിധ കളങ്കമോ ഒന്നുമില്ലാത്ത ഒരു പേഴ്സൺ ആയിരിക്കാം. കാരണം ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവനായിരിക്കാം. കാരണം ഈ ഒരു വ്യക്തി ഇല്ലാത്ത ജീവിതത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾക്ക് മറ്റൊന്നിലും ഫോക്കസ് ചെയ്യാനായിട്ടോ ഒന്നും കഴിയുന്നില്ല. അപ്പോൾ നിലവിലെ സാഹചര്യം നോക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഒരു റെസ്പോൺസിനായിരിക്കാം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും ഞാൻ പറഞ്ഞതുപോലെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരുന്നുണ്ടാവില്ല. അപ്പം നിലവിലെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഈ ഒരു വ്യക്തിയോട് ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള പ്രണയമുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതിൽ യാതൊരു വ്യക്തതയും ഉള്ളതായിട്ട് കാണുന്നില്ല. മേ ബി ഈ ഒരു പേഴ്സണ് നിലവിൽ 2 ഓപ്ഷൻ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. ഒന്നുകിൽ ആ ഒരു വ്യക്തിയുടെ കരിയർ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു വ്യക്തി ഒരു ആക്ഷനും എടുക്കാതെ ഇരിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. ആ ഒരു വ്യക്തിക്ക് അറിയാം താനൊരു ഡിസിഷൻ എടുക്കേണ്ടതുണ്ട്, അല്ലെ താനൊരു ക്രോസ് റോഡിലാണ് എന്നുള്ളത് ഈ ഒരു വ്യക്തിക്ക് അറിയാം, നന്നായിട്ടറിയാം. പക്ഷേ ഈ ഒരു വ്യക്തി ഒരു ഡിസിഷൻ എടുക്കാതെ, അല്ലെ സത്യത്തെ കാണാനായിട്ട് മടിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണിത്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ആൾക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി ഇല്ല, വളരെയധികം കൺഫ്യൂഷനാണ് ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ട്. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള തേർഡ് പാർട്ടി ഇഷ്യൂ ഞാൻ പറഞ്ഞതുപോലെ ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഒരു വ്യക്തിയെ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് ഏത് വഴി തിരഞ്ഞെടുത്താലാണ് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. കാരണം മറ്റുള്ളവർ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും മൈൻഡിലല്ലേ. അതുപോലെ തന്നത്തെ ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ തേർഡ് പാർട്ടി ഇഷ്യൂ ഒന്നും ഇല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. അപ്പം നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്തെടുക്കുക. നിങ്ങൾ വളരെയധികം ഒരു മാനസിക വിഷമത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് കാണുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള പാസ്റ്റ് മെമ്മറീസാണ് നിങ്ങളെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലായിരിക്കാം നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ആ ഓർമ്മകൾ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പകൽ സമയങ്ങളിൽ അവരവരുടെ ജോലിയിൽ എൻഗേജ്ഡ് ആവുന്നതുകൊണ്ട് തന്നെ കൂടുതൽ മെമ്മറീസ് ഒന്നും നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരികയില്ല. പക്ഷെ രാത്രി സമയങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തായിരിക്കാം കൂടുതലും പഴയ മെമ്മറീസ് എല്ലാം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ രാത്രിയിൽ മേ ബി ഉറങ്ങുന്ന സമയത്തായിരിക്കാം ഈ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ വരികയും നിങ്ങൾ ആ ഒരു ഓർമ്മകൾ വരുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് പൊട്ടിക്കരയുന്ന ഒരു സിറ്റുവേഷനും ഒക്കെ ഉണ്ടാകുന്നുണ്ടായിരിക്കാം. അപ്പം കാരണമെന്ന് പറഞ്ഞത് നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ തന്നെ സ്റ്റക്കാണ്, ആ ഒരു വ്യക്തിയുടെ ഓർമ്മകളിൽ തന്നെ സ്റ്റക്കാണ്. ചിലപ്പോൾ ഒരുപാട് മെമ്മറീസ് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ടായിരിക്കാം, ഒരുപാട് മറക്കാനാവാത്ത മെമ്മറീസ്. അപ്പം അതൊക്കെ കൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയുടെ മെമ്മറീസ് എല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഒരുപാട് ഡിപ്രസ്ഡ് ആയി പോകുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു വ്യക്തിയുടെ എനർജിയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. മേ ബി ആ ഒരു വ്യക്തി കൂടുതലും അവരുടെ ഫ്രണ്ട്സിനായിരിക്കാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇവിടെ ഒരു ഡെവിൽ എനർജി കിട്ടിയത് കൊണ്ട് തന്നെ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് ഈ ഒരു വ്യക്തി ഓടി ഒളിക്കുന്നതും. അപ്പം നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്ട് ചെയ്തെടുക്കുക. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെതിരായി നിൽക്കുന്നത് ഈ ഒരു വ്യക്തിയുടെ കുറച്ച് ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെ ഈ ഒരു വ്യക്തിക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം. അപ്പം നിലവിലെ സാഹചര്യത്തിൽ ആ ഒരു വ്യക്തി ആ ഒരു കാര്യത്തിൽ തന്നെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ തന്നെ അഡിക്റ്റായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്.
ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാവാത്ത ഒരു സ്റ്റേജാണെന്നാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ സ്നേഹത്തെ വേണ്ടാന്ന് വെക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഒന്നുകിൽ ഈ ഒരു വ്യക്തിക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള, ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു വിരസത തോന്നുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു തൃപ്തിയില്ലായ്മ തോന്നുന്നുണ്ടായിരിക്കാം. കാരണം ആ ഒരു വ്യക്തി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫ്രണ്ട്സിനായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് വേണ്ടപ്പെട്ടവർക്കായിരിക്കാം. അപ്പം നിലവിലെ സാഹചര്യത്തിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒട്ടും ആ ഒരു വ്യക്തിക്ക് ഒരു സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ സ്റ്റക്കാണ്. ആ ഒരു വ്യക്തിക്ക് ഒരു ആക്ഷൻ എടുക്കാനോ ഒരു ഡിസിഷൻ എടുക്കാനോ ഒന്നും കഴിയാത്ത ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനൊരു ന്യായം വേണം എന്നുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം തീർത്തും ഒരു സൈലൻറ്റ് മോഡിലേക്ക് പോയത് ഈ ഒരു വ്യക്തി ഒരു ക്ലാരിറ്റി തരാതെ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. എന്തായാലും ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ചില സത്യങ്ങൾ പുറത്തേക്ക് വരാനായി പോകുന്നു. ഇത്രയും കാലം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇതുവരെയും കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് ഒരു ജഡ്ജ്മെൻറ്റ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് കാണുന്നത്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ചില സത്യങ്ങളായിരിക്കാം നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ട് പോകുന്നത്. ചിലപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ തമ്മിൽ ഒരു സൈലൻറ്റ് മോഡിൽ കഴിയുന്നത് പോലും എന്തിനാണെന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം അതിൻ്റെ ആ ഒരു ക്ലാരിറ്റി ആയിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ട് പോകുന്നത്. ചില സത്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയാനായിട്ട് പോകുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഫ്യൂച്ചർ എനർജിയും കൂടെ ചെക്ക് ചെയ്യാം. ഇവിടെ ഫ്യൂച്ചർ എനർജി നോക്കുമ്പോൾ ഫൂൾ കാർഡാണ് വന്നിരിക്കുന്നത്. ബോട്ടം ടവറാണ്. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം നിങ്ങൾ തമ്മിൽ ഇപ്പോൾ കഴിയുന്ന ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിൽ ഒരു ടവർ മൊമെൻറ്റ് ക്രിയേറ്റ് ആവുന്നതാണ്. പെട്ടെന്നായിരിക്കാം ഒരു ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നത്. അത് ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു പുതിയ തുടക്കമായിരിക്കാം. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു പുതിയ തുടക്കം, ഒരു സ്റ്റെബിലിറ്റി ആയിരിക്കാം. ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാവാത്ത ഒരു സ്റ്റേജാണ്. പക്ഷേ വൈകാതെ ഇവിടെ ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാവുന്നതാണ്. അതിലായിരിക്കും നിങ്ങളുടെ വാല്യൂ യൂണിവേഴ്സ് മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. വളരെയധികം പോസിറ്റീവായിട്ടിരിക്കുക. അപ്പം എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് എനർജി എനിക്ക് ചെക്ക് ചെയ്തപ്പോൾ രണ്ടുപേരും ഒരു സൈലൻറ്റ് മോഡിലാണ് എന്നുള്ളതാണ് കാണുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് പൂർണ്ണമായിട്ടും കട്ട് ചെയ്തിട്ടില്ല, പക്ഷെ രണ്ടുപേരും ഒരു സൈലൻറ്റ് മോഡിലാണ് എന്നുള്ളതാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾ വെയിറ്റിംഗ് എനർജിയിലും ഈ ഒരു പേഴ്സൺ റണ്ണർ എനർജിയിലുമാണ് ഈ ഒരു റീഡിങ്ങിൽ എനിക്ക് കിട്ടിയത്. പക്ഷേ ഈ ഒരു പേഴ്സൺ എനർജിയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. അത് ചിലപ്പോൾ ആ ഒരു വ്യക്തിയുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടും സന്തോഷിക്കാനായിട്ട് കഴിയാത്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിടിതരാതെ നടക്കുന്നത്. വൈകാതെ ചില സത്യങ്ങൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചത് നിങ്ങൾ അറിയാനിട വരും.